ഹായ് ഫ്രണ്ട്സ്, സോൾഫുൾ ലാൻഡ്സ്കേപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ക്രിസ്റ്റി. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ ലൈറ്റ് റൂമിന്റെ പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് സെലക്ട് സബ്ജക്റ്റും സെലക്ട് സ്കൈയും അതിന്റെ എൻ്റെ ഗ്രൂപ്പിന്റെ ഇൻവേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞ അതിന്റെ ബാക്കിയുള്ള സെക്ഷൻ, അതായത് ബ്രഷ് ടൂൾ, ലീനിയർ ഗ്രേഡിയന്റ്, റേഡിയൽ ഗ്രേഡിയന്റ്, കളർ റേഞ്ച്, ലൂമിനൻസ് റേഞ്ച് തുടങ്ങിയ മാസ്കിങ്ങിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഈ ടൂൾസ് ഒക്കെ നിങ്ങളുടെ ഫോട്ടോയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം അതൊരു എഡിറ്ററിന്റെ സ്വന്തമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും എന്നാൽ ഇതിന്റെ ചില സാധ്യതകളെക്കുറിച്ചൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്ന് നമ്മൾ ലൈറ്റ് റൂം ക്ലാസിക്കിലല്ല എഡിറ്റ് ചെയ്യുന്നത്, ലൈറ്റ് റൂമിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ലൈറ്റ് റൂം ക്ലാസിക്, ലൈറ്റ് റൂം മൊബൈൽ, ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ലൈറ്റ് റൂം ക്ലാസിക്കും ലൈറ്റ് റൂം ഡെസ്ക്ടോപ്പ്, ഈ ഒരു ലൈറ്റ് റൂമും അല്ലെങ്കിൽ ലൈറ്റ് റൂം മൊബൈലും തമ്മിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. സോ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ലൈറ്റ് റൂം, ഈ ഒരു ലൈറ്റ് റൂം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വേർഷൻ പോലെ നിങ്ങൾക്ക് തോന്നും. നമ്മുടെ മൊബൈലിൽ കാണുന്ന കൂടെ ഒരു വേർഷനാണിത്. മാസ്കിങ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. പക്ഷെ നമ്മൾ നേരെ നമ്മുടെ മറ്റേ ലൈറ്റ് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ കുറേ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള, കുറേ കൂടെ ഗ്രാഫിക്കലി ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിങ്ങും കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാണ്ട്. ലൈക്ക് നിങ്ങളൊരു വെഡിങ് അല്ലെങ്കിൽ ഒരു വലിയ ട്രിപ്പിന് പോയി, അപ്പം നിങ്ങൾക്കൊരു 100-500 ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യേണ്ടത്, ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതൊക്കെ കൃത്യമായി വെച്ച് അങ്ങനെ ഒരു ഗാലറി, ഒരു ലൈബ്രറി സിസ്റ്റമാണ് ലൈറ്റ് റൂം ക്ലാസിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമുക്ക് ഈ കളർ കാലിബ്രേഷനും അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് വരുമ്പോൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ് ലൈറ്റ് റൂം ക്ലാസിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. നേരെ മറിച്ച് ലൈറ്റ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബേസിക്, വളരെ സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ്, ബിഗിനേഴ്സിനും സാധാരണക്കാർക്കൊക്കെ നമുക്കൊക്കെ വളരെ സിമ്പിളായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വേർഷനാണ് ലൈറ്റ് റൂം എന്ന് പറയുന്നത്. നമുക്ക് അധികം സമയം കളയാണ്ട് നമുക്ക് നേരെ മാസ്കിങ്ങിലേക്ക് കയറാം. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാസ്കിംഗ് എന്നൊരു ഓപ്ഷൻ, നമുക്ക് ഞെക്കിയാൽ മതി. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്കിംഗ് എന്നുള്ളത് വരും. നമുക്ക് ആദ്യത്തെ ടൂളായ ബ്രഷ് ടൂൾ ഒന്ന് കണ്ടു നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൂളാണ് ബ്രഷ് ടൂൾ. കാരണം എനിക്ക് ഒരു ഫോട്ടോയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ ബ്രഷ് ടൂളിന് പറ്റും. അപ്പം ബ്രഷ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് B ആണ്. ജസ്റ്റ് B ഞെക്കിയാൽ മതി. സോ അപ്പം ബ്രഷ് ടൂൾ നമുക്ക് ഓൾറെഡി ഓപ്പൺ ആയി. നിങ്ങൾക്ക് ബ്രഷിന്റെ സൈസ് കൂട്ടാൻ ആക്ച്വലി മൗസിന്റെ ഈ ഒരു വീലിൽ തിരിച്ചാൽ നിങ്ങൾക്ക് സൈസ് കൂട്ടി വരാം. അതുപോലെ തന്നെ താഴോട്ടാക്കി കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഫെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻട്രൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു പോകും അതിൻ്റെ ഒരു എഫക്റ്റ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലൊരു ഒഴുക്കാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം കട്ടിയിലാണ് കാര്യങ്ങളുള്ളത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ മാസ്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ മാസ്കിംഗ് ഓൺ ആക്കിയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജിൽ തന്നെ കൃത്യം അതിൻ്റെ എഡ്ജ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്ത് എഡ്ജിലേക്ക് തന്നെ മാസ്ക് അപ്ലൈ ചെയ്യും. കുറച്ച് കെയർഫുൾ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ കിട്ടും. ഇപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ടൂൾ വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്നില്ല, പക്ഷെ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതായത് ഞാനിപ്പം വളരെ ഇതായിട്ട് ഇയാളെ ഒന്ന് സെലക്ട് ചെയ്യണം. ആക്ച്വലി നമുക്ക് ഇതിനൊക്കെ ഇപ്പം നമുക്ക് ഓട്ടോ മാസ്ക് ഉണ്ട്, സെലക്ട് സബ്ജക്റ്റ് കൊടുത്താൽ മതി. പക്ഷേ എങ്കിലും മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു ഫോട്ടോയിൽ ഞാൻ ജസ്റ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഉദാഹരണത്തിന് എക്സ്പോഷർ ഉണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ്സ്, ബ്ലാക്ക്സ്, ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ ഹ്യൂ ഉണ്ട്. ഹ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലെ കളർ മാറ്റാൻ പറ്റും. ഹ്യൂ, സാച്ചുറേഷൻ, HSL ഹ്യൂ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. നമുക്ക് സാച്ചുറേഷൻ മാനുവലി കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ അതിൻ്റെ ചെറിയൊരു കളേഴ്സ് മാറി മാറി വരുന്നതാണ്. ഈ റെഡ് ആയിട്ട് നിൽക്കുന്നത് ആക്ച്വലി അതിൻ്റെ ഒരു ഓവർലേ ആണ്. അതായത് ഞാൻ വരയ്ക്കുന്ന ഏരിയയിൽ ഒരു മാസ്ക് അപ്ലൈ ആയി നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഈ സ്ലൈഡേഴ്സിൽ മാറ്റുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെലക്ഷൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാനും പറ്റും. റെഡ് ആണ് കുറച്ചുകൂടി എളുപ്പം, കാരണം എന്ന് വെച്ചാൽ റെഡ് അധികം എല്ലാ ഫോട്ടോയിലും കാണില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ പറഞ്ഞ എഫക്റ്റുകൾ, ടെക്സ്ചർ, ക്ലാരിറ്റി, ഡീഹേസ്, ഷാർപ്നെസ്, നോയിസ് റിഡക്ഷന്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. ഈ ബ്രഷ് ഞാൻ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെറിയൊരു എഫക്റ്റ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടി കളർ കൂട്ടാനോ അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂ ഒന്ന് മാറ്റാനോ, അതും അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് നമുക്കിപ്പം ഈ ഒരു ഏരിയയിൽ, അതായത് ഈ ഒരു റോഡിൻ്റെ ഏരിയയിലേക്ക് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു വെട്ടം കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഏരിയയിലേക്ക് കുറച്ച് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് വെട്ടം കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മാത്രം ഒരു എഫക്റ്റ്, അത് ചെറിയൊരു ലൈറ്റ് കണ്ടോ,
അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരയ്ക്കുവാണെങ്കിൽ അത് വീണ്ടും വരയ്ക്കുന്നിടത്തെല്ലാം അപ്ലൈ ആയി പോകും. അതായത് ഇപ്പോൾ ഞാൻ ഈ ബ്രഷ് വെച്ച് ഇവിടെ വരച്ചു, അതിനുശേഷം ഞാൻ ഇവിടെ വരച്ചു, അപ്പോൾ ഇതെല്ലാം സെയിം എഫക്റ്റ് ആയി പോവാണ്. നിങ്ങൾക്ക് വീണ്ടും വേറെ ഒരു ബ്രഷ് എടുത്ത് വേറെ ഒരു സെലക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ വീണ്ടും ക്രിയേറ്റ് മാസ്കിൽ പോയി ബ്രഷ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ബിയിൽ ഒന്നിക്കഴിഞ്ഞാൽ അത് വേറെ ഒരു മാസ്കായി വരും. ഇപ്പം നമുക്ക് ഈ ഒരു ലേക്കിൽ ഇങ്ങനെ അറ്റത്ത് കാണുന്ന ഈ ലേക്കിൽ ഇത്രയും പ്രകാശം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ചെറിയൊരു ഹൈലൈറ്റ്സ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോഷർ നമുക്ക് കുറച്ച് അവിടെ അത്രയും പ്രകാശം വേണ്ടെന്ന് നോക്കാം. ഇനി അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക വേറെ ഒരു കളർ വരണമെന്ന് വിചാരിച്ചു. അവിടെ ആകാശത്തിലെ കളർ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചെറിയൊരു കളർ വ്യത്യാസം വരുന്ന നമുക്ക് കാണാം. നിങ്ങൾക്ക് ഫെദർ കുറച്ചിട്ടിട്ട് കട്ടിയിൽ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു ടൂളിലേക്ക് പോകാം. ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ്. അതിനുശേഷം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ബഞ്ച് ഓഫ് ഫോട്ടോസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അവിടെ ഏതൊക്കെ മാസ്കുകളാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഞാനിവിടെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൽ എളുപ്പമായിരിക്കും എഡിറ്റ് ചെയ്തത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് മറ്റൊരു നെക്സ്റ്റ് മാസ്കിലേക്ക് പോകാം. ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെനിയാറ്റിങ്, സ്കൈയുടെ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ മാസ്കിൻ്റെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് സ്കൈ ഓട്ടോ സെലക്ഷൻ സ്കൈ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം. അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ വളരെ ക്വിക്കായിട്ടൊന്ന് സ്കൈ സെലക്ട് ചെയ്യാണ്. സെലക്ട് സ്കൈ. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ സ്കൈ ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഗ്രാജുവൽ ഇല്ല. അതായത് പ്രകാശം നമ്മുടെ ആകാശത്തെ പ്രകാശം ഒരിക്കലും മറ്റേ ഹൊറൈസണിൽ കൃത്യം പോയി വിട്ട പോലെ കിടക്കുകയല്ലേ, അത് താഴോട്ട് ഇറങ്ങി വരും കുറേ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ലീനിയർ ഗ്രേഡിയൻറ്റ്. അത് നോക്കുക. അപ്പോൾ അത് നമുക്ക് എഫക്റ്റ് ഇങ്ങനെ വളരെ ഇതായിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കൈയിൽ ഇപ്പം എന്തെങ്കിലും വെച്ച് ഗോൾഡൻ അവർ നമുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി നമുക്ക് അതിൻ്റെ ഇത് മാറ്റണം, ഹൈലൈറ്റ്സ് കുറയ്ക്കണം, നന്നായിട്ട് ഹൈലൈറ്റ്സ് ഒന്ന് കുറയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയണം, ഈ ബ്രഷ് സെലക്ട് ചെയ്താലും നമ്മൾ ലീനിയർ ഗ്രേഡിയൻറ്റ് ചെയ്താലും ഏത് മാസ്ക് ചെയ്താലും അതിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ നമ്മളൊരു സ്കൈ സെലക്ട് ചെയ്ത് ഇവിടെ സ്കൈയിൽ ഇങ്ങനൊരു കളറും ഇങ്ങനൊരു എഫക്റ്റും വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ലേക്കിൽ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ലേക്കിലും കൂടി അത് ആഡ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ബ്രഷും വെച്ച് ഇതൊന്ന് സെലക്ട് ചെയ്ത് ഞാൻ വളരെ റഫായിട്ട് സെലക്ട് ചെയ്യാണ്. അപ്പം നമുക്ക് ആ ഒരു മണ്ടയിലുള്ള കളറിൻ്റെ ഒരു റിഫ്ലക്ഷൻ താഴെ വരുന്ന പോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ ലീനിയർ ഗ്രേഡിയൻറ്റ് വീണ്ടും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോയിൽ ചില വെനിയാറ്റിങ് കൊണ്ടുവരാൻ വേണ്ടി. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ താത്തി കൊടുക്കുമ്പം ആ ഒരു വെനിയാറ്റിങ് കൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തേക്കും നമ്മുടെ ഫോട്ടോയിലുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് കണ്ണുകൾ എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അതായത് രണ്ട് സൈഡ് നിങ്ങൾക്കറിയാം വെനിയാറ്റിങ് നമ്മളെല്ലാവരും വളരെ ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെനിയാറ്റിങ്. കാരണം ആ ഫോട്ടോയിലൊരു 3D ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ലീനിയർ ഗ്രേഡിയൻറ്റ്. ഞാൻ ബാക്കിയുള്ള ഫോട്ടോകൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾ നേരെ അടുത്തയിലേക്ക് പോവുകയാണ് റേഡിയൽ ഗ്രേഡിയൻറ്റ് ഈസ് ലൈക്ക് ലീനിയർ ഗ്രേഡിയൻറ്റിൻ്റെ വേറെ ഒരു രൂപമാണ്. അതായത് മറ്റേത് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇത് ഒരു സർക്കിളാണ്. ഇങ്ങനെ ഒരു സർക്കിളാണ് നമ്മുടെ റേഡിയൽ ഗ്രേഡിയൻറ്റ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെൻട്രലിൽ നിന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ആയി ചുറ്റുപാടിലേക്ക് കുറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ സബ്ജക്റ്റിൻ്റെ ചുറ്റുപാട് ഒരു ഭയങ്കരമായ ഒരു എഫക്റ്റ് കൊണ്ടുവരണം, അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി നമ്മളാരും അങ്ങനെ ചെയ്യില്ല, പക്ഷെ ഞാൻ പറഞ്ഞാണ് ഫോർ ആൻ എക്സാമ്പിൾ. അതുപോലെ തന്നെ നമ്മൾ മിൽക്കി വേയുടെ ഫോട്ടോ എടുക്കുമ്പോൾ മിൽക്കി വേയുടെ ചുറ്റുമുള്ള പ്രകാശം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ റേഡിയൽ ഗ്രേഡിയൻ്റ് തന്നെ ഫോട്ടോയ്ക്ക് എൻ്റെയർ ആയിട്ടുള്ള ഒരു വെനിയാറ്റിങ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ വീണ്ടും മാസ്കിങ്ങിലേക്ക് പോയി ഒരു പുതിയൊരു റേഡിയൽ ഗ്രേഡിയൻ്റ് എടുത്ത് നമുക്ക് വലിയൊരു ഇത് വരച്ച് കഴിഞ്ഞാൽ കണ്ടോ, എന്നിട്ട് നമുക്കത് ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടും ചെറുതായിട്ട് പ്രകാശം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ റേഡിയൽ ഗ്രേഡിയൻറ്റും ലീനിയർ ഗ്രേഡിയൻറ്റും ഒക്കെ നമുക്ക് ഇൻവേർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ, ആദ്യം സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നതിന് കാരണം അത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമായതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത 2 മാസ്കിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആക്ച്വലി ഇപ്പം ഇത് വന്നതിന് ശേഷം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു മാസ്കാണ് കളർ റേഞ്ചും ലൂമിനൻസ് റേഞ്ചും. അതിനകത്ത് കളർ റേഞ്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ്. നമ്മൾ കളർ റേഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയിൽ ഇഷ്ടമുള്ള ഒരു കളർ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ആ കളർ എവിടെയൊക്കെ ഫോട്ടോയിലുണ്ടോ അതൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്
അത് കളർ മാത്രമല്ല നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അതിൻ്റെ അകത്ത് ഷാഡോസ് എന്തും അതിൻ്റെ അകത്ത് മാനിപ്പുലേറ്റ് ചെയ്യും. ഉള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ കളേഴ്സുള്ള എല്ലാ ഏരിയയും ഇവിടെ സെലക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പോഷർ കൂട്ടണമെങ്കിൽ എക്സ്പോഷർ കൂട്ടാം. ഇനി അതല്ല, നമുക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ വാം കളർ കൊണ്ടുവരാം. നമുക്ക് കുറച്ചുകൂടെ ഇവിടെ ഹ്യൂ ഒന്ന് മാറ്റി കുറച്ചുകൂടെ ഡാർക്ക്, അങ്ങനെ ഓട്ടം രീതിയിലേക്ക് കൊണ്ടുവരാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു കളറാണ്, അത് ഇത്രയും ഭാഗത്താണുള്ളത്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പം നമുക്ക് ആ ഒരു സ്കൈയിലുള്ള കളറാണ് മാറ്റുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫോട്ടോയിലുള്ള ഏത് കളറും നമുക്ക് അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇത് വളരെ ഉപകാരപ്രദമാണ്. എങ്ങനെയാണെന്നറിയോ, നമ്മളുടെ ഫേസ്, ആൾക്കാരുടെ ഫേസ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരം നമുക്ക് ആ ഒരു മുഖത്തെ ആ ഒരു കളറിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ വരുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കിയുള്ള ഫോട്ടോകൾ കാണിക്കുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ ഇവിടെ പറ്റും. അതായത് നമുക്ക് നോക്കിയറിയാം, നമ്മൾ ഷോവറിലെ കൊടുക്കട്ടെ, അപ്പം നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് ഇത്ര ഏരിയയാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്കത് കൂടുതൽ ഏരിയയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാനും, എന്നാൽ അത് ഇത്രയും വേണ്ട, നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ഈ സ്കൈയുടെ ഇത്രയും ഭാഗം മതി, അപ്പോൾ അത്ര എത്തിയാൽ മതി, നമുക്ക് അവിടം വരെ കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് പറ്റും. ഇനി അടുത്തതാണ് നമ്മളുടെ ലൂമിനൻസ് റേഞ്ച്. ലൂമിനൻസ് റേഞ്ച് ഈ കളർ റേഞ്ച് പോലെ തന്നെയുള്ള ഒരു മാസ്കാണ്. പക്ഷെ അത് കളറിന് പകരം നമ്മൾ ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ഒരു തോതനുസരിച്ചുള്ള ഒരു സെലക്ഷനാണ്. അതായത് ഇപ്പം ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക, കൂടുതൽ പ്രകാശമുള്ളതാണ്, അതിനോട് തുല്യമായി നിൽക്കുന്ന ഏരിയയിലേക്കുള്ള ഒരു സെലക്ഷൻ ആയിരിക്കും ഈ ഒരു ലൂമിനൻസ് റേഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ അതിൻ്റെ റേഞ്ചും ഈ പറഞ്ഞ പോലെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തന്നെ പറ്റുന്നതാണ്. അപ്പം നമുക്കിനി വളരെ ക്വിക്കായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിലേക്ക് പോകാം. ആ ഫോട്ടോസിൽ ഒക്കെ ഏതൊക്കെ മാസ്കുകളാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ആദ്യമായിട്ട് പോകുന്ന നേരെ ഈ ഫോട്ടോയിലേക്കാണ്. സോ നിങ്ങൾക്കിവിടെ ഈ ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും. ഞാനിത് മിനിമൈസ് ചെയ്യാം, മാസ്ക് ഞാൻ താഴ്ത്തിടാം. അപ്പോൾ ഇത് UK പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് എന്നുള്ള ഒരു സ്ഥലത്ത് എടുത്തൊരു ഫോട്ടോയാണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സൺറൈസ് ആക്ച്വലി. സോ നമുക്ക് ആദ്യം മാസ്ക് 1 പോകാം. മാസ്ക് 1 ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത് ഒരു കളർ റേഞ്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഇത്ര ഏരിയയിലുള്ള ഒരു കളർ റേഞ്ചാണ്. എനിക്ക് തോന്നുന്നത് ഈ ഏരിയയാണ്, അതായത് ഈ ഡാർക്ക് ബ്ലൂ ഏരിയയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയ വരുന്ന എല്ലാ ഭാഗത്തേക്കും ഞാൻ വരുത്തിയ എഡിറ്റാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. നമുക്ക് ഓഫാക്കി ഓണാക്കിയാൽ വളരെ മൈന്യൂട്ടായുള്ളൊരു എഡിറ്റേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ആ കൂടി ഞാൻ സാച്ചുറേഷൻ ഒരു -8 ആക്കിയിട്ടുള്ളൂ. നമുക്കങ്ങനെ വളരെ ഫൈനായിട്ടുള്ള ചില എഡിറ്റിങ് കൊണ്ടുവരാം. അത് ഞാനിപ്പോൾ ഓഫാക്കി ഓണാക്കിയാൽ വളരെ ചെറിയൊരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഓവർലേ ഓഫാക്കി ഇട്ടിട്ട് അത് ഞാൻ ഓഫാക്കിയാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു എഫക്റ്റ് ഒന്നും എൻ്റെ അടുത്ത് കാണില്ല. പക്ഷെ അത് നമ്മുടെ ഫോട്ടോയുടെ ഓവറോൾ ലുക്കിനെ നന്നായിട്ട് ബാധിക്കും. മാസ്ക് 2 എന്ന് പറയുന്നത് ഞാനൊരു ലീനിയർ ഗ്രേഡിയൻ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ഒരു വെനിയാറ്റിങ് ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ഓഫാക്കി ഓണാക്കിയാലും വളരെ ലൈറ്റായിട്ടുള്ളവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാസ്ക് 3 എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഭാഗത്ത് കളർ റേഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഒരു ഭാഗത്ത് കളർ റേഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓഫാക്കിയാൽ നിങ്ങൾക്ക് കാര്യമായൊരു വ്യത്യാസം കാണാം. ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ചുകൂടെ വാം ടോൺ കൊണ്ടുവന്നിട്ടുണ്ട്. മാസ്ക് 4 എന്ന് പറയുന്ന ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്. അതും ഞാൻ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ സ്കൈയിൽ കുറച്ചൊരു ടോപ്പിയും താഴോട്ടൊരു വെനിയാറ്റിംഗ് ഉണ്ട്. മാസ്ക് 5 എന്ന് പറയുന്ന ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ഒരു റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അത് ഈ എൻ്റയർ ഏരിയയിൽ കുറച്ചുകൂടെ ഞാൻ ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫാക്കി ഓണാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് എഡിറ്റൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടെക്സ്ചർ കുറച്ചു, ക്ലാരിറ്റി കുറച്ചു, ഡീഹേസ് കുറച്ചു. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോവാം. ഇത് മെൽബൺ ആണ്. അപ്പോൾ മെൽബണിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് ആക്ച്വലി. മെൽബൺ വാട്ടർ ഫ്രണ്ട് എന്നാണ് തോന്നുന്നത് സ്ഥലത്തിന്. ഈ ഒരു വാട്ടർ ഫ്രണ്ട് ഒബ്വിയസ്ലി, പക്ഷേ അതിന് പറയപ്പെടുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ചെറിയൊരു ലോങ് എക്സ്പോഷർ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം ഇത് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ലാത്ത വേർഷനാണ്. ഞാൻ എഡിറ്റ് ചെയ്ത് തീർത്ത വേർഷനിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ. ഇവിടെ ഞാൻ കൊണ്ടുവന്നുള്ള എഡിറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ മാസ്കിങ്ങിലേക്ക് പോകാം. ഒരുപാട് എഡിറ്റിംഗ് ഉണ്ട്. പ്രധാനമായിട്ടും മാസ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ ഒരു കളർ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചെറിയൊരു വാം പഞ്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാകാൻ സാധ്യതയില്ല. പിന്നെയുള്ളൊരു വെനിയാറ്റിങ്ങിനായിട്ടുള്ള ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. സോ അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഈ ഒരു ഏരിയയിലെ വാംനെസ് മൊത്തത്തിൽ കൂട്ടാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ച് ഡീഹേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൂമിനൻസ് റേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ മേഘങ്ങളുടെ ഒരു പ്രകാശത്തിൻ്റെ ലെവല് അതിതാണ്. അപ്പോൾ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന്
എക്സ്പോഷർ കുറച്ച് അതൊന്നും ഓവർ ആയിരിക്കാത്ത വിധത്തിലേക്കുള്ളൂ. അപ്പം നമുക്ക് ഫൈനായിട്ടുള്ള മാസ്കിംഗ് ആണ്, വളരെ ഫൈനായിട്ടുള്ള മാസ്കിംഗ് ആണ്. അത് നമ്മുടെ ഓവറോൾ ഫോട്ടോയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് വേർഷൻസ് നമുക്കിതിൻ്റെ മുമ്പിലത്തെയും ഇപ്പോഴത്തെയും വേർഷൻ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തോളം എഡിറ്റിംഗ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പം അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ലേക്ക് അലക്സാൻഡ്രിയ ന്യൂസിലാൻഡിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എഡിറ്റ് ഇതാണ്. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മാസ്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മാസ്കുകളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഡിയൽ ഗ്രേഡിയൻറ്റ് ഇട്ടിട്ടുണ്ട്, വലിയൊരു റേഡിയൽ ഗ്രേഡിയൻറ്റ് ഇട്ട് ഒരു സോഫ്റ്റ് ലൈറ്റ് അവിടെ നിന്ന് വരുന്ന വിധത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇത് മൊത്തം ഇതാണ്, ഒരു ബ്ലൂ കളറായിരുന്നു, അത് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത മാസ്ക് എന്ന് പറഞ്ഞ ഒരു കളർ റേഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കളർ റേഞ്ച് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ആ കളർ റേഞ്ച് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്ലൂ കൊണ്ടുവന്നു. അടുത്തത് ഞാനൊരു കളർ റേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കളർ റേഞ്ച് വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഈ ഒരു എൻ്റെയർ ഏരിയ സെലക്ട് ചെയ്തു. പക്ഷേ ഈ മലകളുടെയും ഈ മരങ്ങളുടെയും കളർ ഒന്നായതുകൊണ്ട് മരങ്ങൾ ഒപ്പം സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനതിനെ വേറൊരു ബ്രഷ് വെച്ച് അതിനെ നെഗറ്റീവ് ആക്കി. അപ്പം ഞാൻ അതിന് ചെറുതായിട്ടൊരു വാം ടോൺ കൊണ്ടുവന്നതേ ഉള്ളൂ. അടുത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് ലീനിയർ ഗ്രേഡിയൻറ്റ്. ഞാൻ ഈ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വെനിയാറ്റിങ് ഇട്ടിരിക്കുന്നത് ചെറിയതായിട്ട് ലൈറ്റായിട്ട്. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് നമുക്ക് പോവാം. ഇത് ന്യൂസിലാൻഡിലെ ഹുക്കർ വാലി ലേക്ക് എന്നുള്ള ലേക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വേർഷൻസ് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ എഡിറ്റർ വേർഷൻ, ഇതാണ് എൻ്റെ റോ വേർഷൻ. അപ്പം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മാസ്കിങ് ഏതൊക്കെയാണ് നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചധികം, ഇതിൻ്റെ ഏകദേശം 5 മാസ്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മാസ്ക് എന്ന് വെച്ചാൽ 3 ലീനിയർ ഗ്രേഡിയൻ്റ് ഇട്ട് ഞാൻ ഒരു മുകളിൽ ഇങ്ങനെ താഴോട്ടുള്ള എല്ലാ 4 ഈ 3 മൂലയിൽ നിന്നും ഞാനൊരു ലീനിയർ ഗ്രേഡിയൻ്റ് ഇട്ടു. ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ കുറച്ച് അതൊരു ഗ്രേഡിയൻ്റ് ആക്കി മാറ്റി നമുക്ക് ഓഫാക്കി ഉണക്കി കാണിക്കാം. ചെറിയൊരു ഇതാക്കിക്കൊണ്ടത്. അതിനുശേഷം അതിൻ്റെ ചെറുതായിട്ടൊന്ന് കളേഴ്സും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സെൻട്രൽ ഏരിയയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഒരു നമ്മുടെ ഒരു റേഡിയൽ ഗ്രേഡിയൻ്റ് ഇട്ടിട്ട് അവിടെ ഒരു കുറച്ച് കൂടുതൽ പ്രകാശം ഇട്ട് കൊടുത്തു. കണ്ടറിയാം, ചെറിയൊരു ഗ്ലോ, നമ്മുടെ കണ്ണങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം. അടുത്ത് ഞാൻ താഴേന്ന് ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ഇട്ടിട്ട് ഞാൻ അവിടെ ഒന്ന് എക്സ്പോഷർ ഒന്ന് ചെറുതായിട്ട് കൂട്ടിക്കൊടുത്തു. സോ ഇവിടുന്ന് അങ്ങോട്ട് ഗ്രാജുവലി പോകുന്നത്. അടുത്ത മാസം കളർ റേഞ്ചാണ്. ഞാൻ ഈ ഒരു കളറുള്ള ലേക്കിലെ ഈ ഒരു കളർ, ഈ സ്കൈയിലെ കളറുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ഒരല്പം ഞാനൊരു സയാൻ കളറിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐസിൻ്റെ ഒരു കോൾഡ് ഫീല് കിട്ടാൻ വേണ്ടി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വേറെ ഒരു കളർ റേഞ്ച് ഞാൻ എടുത്ത മലകൾക്കും ഞാനൊരു ചെറിയ ഐസി കോൾഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സയനായിട്ട്. സോ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. എത്രത്തോളം എനിക്ക് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഫോട്ടോകൾ ഇതുപോലെ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം കൂടുതൽ മനസ്സിലാവും. ഇതിൻ്റെ എങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ പല രീതിയിലുള്ള ഉപയോഗങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കൂടുതൽ ഉപയോഗിക്കുന്നതോറും നമ്മൾ കൂടുതൽ വളരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള ഫോട്ടോഗ്രാഫിയുമായുള്ള വാർത്തകളും ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കുവെക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതിന് വരെ ബൈ.